നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളക്കെട്ടിൽ ദുരിതം പേറി തീരദേശത്തുകാർ. കനത്ത മഴയിൽ കൈപ്പമംഗലം മേഖല പൂർണ്ണമായും വെള്ളത്തിലായി. 48 മണിക്കൂറിനിടയിൽ രണ്ടാം വട്ടവും ജില്ലാ കളക്ടർ TV അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശത്തെത്തി. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ ഏങ്ങടിയൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊക്കുളങ്ങരയിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ദേശീയപാത ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളക്കെട്ടിൽ ദുരിതം പേറി തീരദേശത്തുകാർ. കനത്ത മഴയിൽ കൈപ്പമംഗലം മേഖല പൂർണ്ണമായും വെള്ളത്തിലായി. ദേശീയപാത ഉൾപ്പെടെ മിക്ക റോഡുകളിലൂടെയുമുള്ള ഗതാഗതം ദുഷ്കരമായി. എടത്തുരുത്തി പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശവും വെള്ളക്കെട്ടിലാണ്. ചന്ദ്രാപിന്നി സെന്ററിന് തെക്ക് വശത്ത് നമ്പ്രാട്ടിത്തോട് കരകവിഞ്ഞൊഴുകി ദേശീയപാത തകർന്നു. ഇതോടെ ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡ്, SN വിദ്യാഭവൻ കിഴക്കും പടിഞ്ഞാറും റോഡും 17 കല്ല് കിഴക്ക് റോഡ്, ഹെൽത്ത് സെന്റർ റോഡും പൂർണ്ണമായും വെള്ളത്തിലാണ്. ചന്ദ്രാപിന്നി പപ്പടം കോളനി, കോഴുത്തുമ്പ് കോളനി, SN വിദ്യാഭവൻ പരിസരം, സിറാജ് നഗർ എന്നിവിടങ്ങളിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചന്ദ്രാപിന്നി ഈസ്റ്റ് PMM UP സ്കൂളിൽ 76 കുടുംബങ്ങളെയും ചന്ദ്രാപിന്നി GLP സ്കൂളിൽ 16 നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളക്കെട്ടിൽ ദുരിതം പേറി തീരദേശത്തുകാർ. കനത്ത മഴയിൽ കൈപ്പമംഗലം മേഖല പൂർണ്ണമായും വെള്ളത്തിലായി. 48 മണിക്കൂറിനിടയിൽ രണ്ടാം വട്ടവും ജില്ലാ കളക്ടർ TV അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശത്തെത്തി. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ ഏങ്ങടിയൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊക്കുളങ്ങരയിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ദേശീയപാത ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളക്കെട്ടിൽ ദുരിതം പേറി തീരദേശത്തുകാർ. കനത്ത മഴയിൽ കൈപ്പമംഗലം മേഖല പൂർണ്ണമായും വെള്ളത്തിലായി. ദേശീയപാത ഉൾപ്പെടെ മിക്ക റോഡുകളിലൂടെയുമുള്ള ഗതാഗതം ദുഷ്കരമായി. എടത്തുരുത്തി പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശവും വെള്ളക്കെട്ടിലാണ്. ചന്ദ്രാപിന്നി സെന്ററിന് തെക്ക് വശത്ത് നമ്പ്രാട്ടിത്തോട് കരകവിഞ്ഞൊഴുകി ദേശീയപാത തകർന്നു. ഇതോടെ ഈ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡ്, SN വിദ്യാഭവൻ കിഴക്കും പടിഞ്ഞാറും റോഡും 17 കല്ല് കിഴക്ക് റോഡ്, ഹെൽത്ത് സെന്റർ റോഡും പൂർണ്ണമായും വെള്ളത്തിലാണ്. ചന്ദ്രാപിന്നി പപ്പടം കോളനി, കോഴുത്തുമ്പ് കോളനി, SN വിദ്യാഭവൻ പരിസരം, സിറാജ് നഗർ എന്നിവിടങ്ങളിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചന്ദ്രാപിന്നി ഈസ്റ്റ് PMM UP സ്കൂളിൽ 76 കുടുംബങ്ങളെയും ചന്ദ്രാപിന്നി GLP സ്കൂളിൽ 16 കുടുംബങ്ങളെയും സിറാജ് നഗർ SNVLP സ്കൂളിലേക്ക് 3 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൈപ്പമംഗലം പഞ്ചായത്തിലെ ഗ്രാമലക്ഷ്മി, ലാൽ ബഹദൂർ ശാസ്ത്രി കോളനി, കാക്കാത്തിരുത്തി കോളനി, ചളിങ്ങാട് പാലിയഞ്ചിറ, കൂരിക്കുഴി എന്നിവിടങ്ങളിൽ മിക്ക വീടുകളിലും വെള്ളം കയറി. ചളിങ്ങാട് GLP സ്കൂളിൽ 43 കുടുംബങ്ങളെയും കൂരിക്കുഴി മദ്രസയിൽ 10 കുടുംബങ്ങളെയും കൂരിക്കുഴി GLP സ്കൂളിൽ 2 കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് കൂരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ വിധു ഗംഗാധരന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണവും നൽകുന്നുണ്ട്. VA സബാഹ് എന്നിവരും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. കടൽക്ഷോഭ ബാധിത പ്രദേശത്ത് നിന്നും കളക്ടർക്ക് മുൻപേ മടങ്ങാനൊരുങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ നാട്ടുകാർ തടഞ്ഞു.
ജീപ്പ് തടഞ്ഞുവെച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് സഹായത്തോടെ യാത്ര തിരിച്ചു. എറിയാട് പഞ്ചായത്തിൽ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ TV അനുപമ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. കളക്ടറെ അനുഗമിച്ചിരുന്ന എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനനും മറ്റു ചില ജനപ്രതിനിധികളും ചേരമാൻ കടപ്പുറത്ത് വെച്ച് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയെന്നാണ് ആരോപണം. ചേരമാൻ കടപ്പുറം സന്ദർശിച്ച ശേഷം കളക്ടർ ആറാട്ടുവഴി കടപ്പുറത്തേക്ക് പോയപ്പോൾ എറിയാട് പഞ്ചായത്തിന്റെ ജീപ്പ് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയത്രേ. ഇതോടെ ക്ഷുഭിതരായ ഒരു വിഭാഗം നാട്ടുകാർ ജീപ്പ് തടഞ്ഞു. പോലീസ് ഇടപെട്ടുവെങ്കിലും നാട്ടുകാർ പിന്മാറിയില്ല. പിന്നീട് ജീപ്പ് താൽക്കാലികമായി ഉപേക്ഷിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും മറ്റൊരു കാറിൽ മടങ്ങി. സമീപ ദിവസങ്ങളിൽ കടൽക്ഷോഭ ബാധിത പ്രദേശം സന്ദർശിക്കാതിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ വന്നപ്പോഴാണ് കടപ്പുറത്തെത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പഞ്ചായത്ത് ജീപ്പ് തിരിച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിൽ ചിലർ വാഹനം തടയുകയായിരുന്നുവെന്നാണ് ഇവരുടെ വിശദീകരണം. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊക്കുളങ്ങരയിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ദേശീയപാത ഉപരോധിച്ചു. ഏത്തായ്, അഴിമുഖം, പൊക്കുളങ്ങര പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതികൾ അനുഭവിക്കുന്ന 100ഓളം പേരാണ് രാവിലെ 10:15 ദേശീയപാത ഉപരോധ സമരം തുടങ്ങിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കടൽക്ഷോഭത്തിൽ തകർന്ന സീവൾ റൂട്ടിലെ മണൽത്തിട്ട മാറ്റുക, കടൽ ഭിത്തി അടിയന്തരമായി കെട്ടുക, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, കുടിവെള്ളം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു ഉപരോധം. കടൽക്ഷോഭം തടയുന്നതിൽ വർഷങ്ങളായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള അധികൃതർ വർഷങ്ങളായി തുടരുന്ന നിസ്സംഗതയ്ക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യം വിളിച്ചായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം. പൊക്കുളങ്ങര മുതൽ ചേറ്റുവ വരെയും തെക്കുഭാഗത്ത് 7ാം കല്ല് വരെയും 100ലേറെ വാഹനങ്ങൾ ഉപരോധത്തെ തുടർന്ന് വഴിയിൽ കുരുങ്ങി. ഇതിനിടെ വാടാനപ്പള്ളി SI MK രമേശ് സ്ഥലത്തെത്തി തഹസിൽദാർ സ്ഥലത്തെത്തുമെന്നും ഉപരോധം നിർത്തണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർ കൂട്ടാക്കിയില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞ് ചാവക്കാട് തഹസിൽദാർ P പ്രേംചന്ദ് സ്ഥലത്തെത്തി. തുടർന്ന് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിൽ തഹസിൽദാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ നാട്ടുകാരുമായി ചർച്ച നടത്തി. 1 മാസം മുൻപ് നിർത്തിവെച്ച മണൽത്തിട്ട കെട്ടലിന് കളക്ടർ അനുമതി നൽകിയതായി പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി അറിയിച്ചു. സാങ്കേതികാനുമതി ലഭിക്കാതിരുന്നതാണ് മണൽത്തിട്ട ഉയർത്തുന്ന നടപടിക്ക് തടസ്സമായതെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മണൽ മൂടിയ അഴിമുറിക്കൽ, അടിയന്തരമായി കുടിവെള്ളം നാളെ മുതൽ വിതരണം ചെയ്യുക തുടങ്ങിയ നടപടികൾ തുടങ്ങിയതായും പ്രസിഡന്റ് നാട്ടുകാരോട് പറഞ്ഞു. വീടുകൾ നഷ്ടപ്പെട്ടവർ അപേക്ഷ നൽകിയാലുടൻ നഷ്ടപരിഹാര തുക ഉടൻ നൽകുമെന്ന് തഹസിൽദാറും അറിയിച്ചതോടെ നാട്ടുകാർ ഉപരോധ സമരം നിർത്തിവെക്കുകയായിരുന്നു. ഇനിയൊരു ഇടവേള.